ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് മധുര നഗരത്തെ ദഹിപ്പിച്ച കണ്ണകിയുടെ രൗദ്രഭാവം കുടികൊള്ളുന്ന ഇടം കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഭക്തർ ഭയഭക്തിയോടെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ഇടമുണ്ട്. നൂറ്റാണ്ടുകളായി ആരും തുറന്നിട്ടില്ലാത്ത, ഇന്നും രഹസ്യമായി തുടരുന്ന ആ കല്ലറ. അതിനുള്ളിൽ എന്താണുള്ളത്? ശാസ്ത്രത്തിന് പോലും ഉത്തരം നൽകാത്ത കൊടുങ്ങല്ലൂരിലെ ആ രഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി തന്റെ ഭർത്താവായ കോവലനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനോട് പകരം വീട്ടാൻ മധുര നഗരം മുഴുവൻ ചുട്ടുകരിച്ചു. ആ രൗദ്രഭാവത്തിൽ കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി അവിടെയുള്ള ദേവിയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ ദേവി ആഘോരമൂർത്തിയായാണ് വാഴുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ഒരു രഹസ്യ കവാടമുണ്ട്. ഈ കല്ലറ ഇന്നും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. കണ്ണകി ദേവി ഈ അറയ്ക്കുള്ളിലാണ് സമാധിയായതെന്നും അവിടെ ഇന്നും ദേവി ജീവനോടെ ഉണ്ടെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച അതീവ ശക്തിയുള്ള ഒരു ശ്രീചക്രം ഈ അറയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ഊർജം താങ്ങാൻ സാധാരണക്കാർക്ക് കഴിയില്ലത്രേ. ഈ അറയ്ക്കുള്ളിൽ നിന്ന് വൈക്കം ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ കടലിനടിയിലേക്കോ നീളുന്ന ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നും ചില പഴമക്കാർ പറയുന്നു. പണ്ട് കാലത്ത് ഈ കല്ലറ തുറക്കാൻ ശ്രമിച്ചവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ദുരന്തങ്ങൾ സംഭവിച്ചതായും കഥകളുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നും ക്ഷേത്ര അധികാരികളോ പുരാവസ്തു വകുപ്പോ ഈ അറ തുറക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാർ പോലും ഇതിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടുത്തെ മറ്റൊരു വിചിത്രമായ ആചാരമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ദേവിയുടെ കോപം തണുപ്പിക്കാനായി കോമരങ്ങൾ വാളുകൊണ്ട് തല വെട്ടിമുറിക്കുന്നതും തെറിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്നതും ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് ദേവിയുടെ ശക്തി ആ രഹസ്യ അറയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾ കരുതുന്നത് എന്താണ്? ആ അടച്ചിട്ട കല്ലറയ്ക്കുള്ളിൽ കണ്ണകി ദേവിയുടെ ചൈതന്യം ഇന്നും ഉണ്ടോ? അതോ അതൊരു പുരാതന നിധിശേഖരമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ.